നമസ്കാരം. ഭരണകൂടം ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന, നിരന്തരമായി അമിത ദേശീയതയും അശാസ്ത്രീയതയും ന്യൂനപക്ഷ വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളെ ഗോഡി മീഡിയ എന്ന് വിളിച്ചത് മാധ്യമപ്രവർത്തകൻ രവീഷ് കുമാറാണ്. ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് ഭരണകൂടത്തെ വിറപ്പിക്കുക എന്ന പണിയാണ് 9 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള രവീഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ ചെയ്യുന്നത്. അദാനി NDTV പിടിച്ചെടുത്തതോടെ അവിടെ നിന്ന് പടിയിറങ്ങിയ രവീഷ NDTVയുടെ എത്രയോ ഇരട്ടി റീച്ചുള്ള മാധ്യമപ്രവർത്തകനായി ഇന്ന് മാറിയിരിക്കുന്നു. എന്നാൽ രവീഷ് കുമാറിനേക്കാൾ മോദി സർക്കാർ ഭയപ്പെടുന്ന ഒരു പയ്യനുണ്ട്. വെറും 29 വയസ്സുള്ള ഈ യൂട്യൂബറുടെ ഓരോ വീഡിയോയ്ക്കും കിട്ടുന്നത്ര റീച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കോ പോലുമില്ല. അതാണ് ധ്രുവ് റാഠി എന്ന 29കാരൻ. മാസത്തിൽ 10ൽ താഴെ വീഡിയോ മാത്രമാണ് യൂട്യൂബിൽ ധ്രുവ് പോസ്റ്റ് ചെയ്യാറുള്ളത്. എന്നിട്ട് പോലും ഇന്ത്യയുടെ മുഖ്യ വാർത്താ ചാനലുകളെ പിന്നിട്ട് ഏകദേശം 16.6 മില്യൺ സബ്സ്ക്രൈബേഴ്സിൻ്റെയും മനസ്സ് കീഴടക്കി ധ്രുവ് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ ടൈംസ് മാഗസിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ കൂടിയാണ് ധ്രുവ്. ധ്രുവ് റാഠി എന്ന മാധ്യമ പ്രതിപക്ഷ നേതാവിൻ്റെ കഥയാണ് ന്യൂസ് ഇൻ ഡെപ്തിൽ. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലായാലും ഇന്ത്യൻ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ കാര്യത്തിലായാലും സമ്പൂർണ്ണമായ അറിവ് പകർന്നു തരുന്ന റാഠിയുടെ വീഡിയോകൾ ഇന്ത്യ കീഴടക്കുകയാണ്. റാഠിയുടെ അത്ര പോപ്പുലർ അല്ലെങ്കിലും ആൾട്ട് ന്യൂസ്, സുബൈറിനെയും ഹിന്ദുത്വ വാച്ച് തുടങ്ങിയ ഹാൻഡിലുകളും അനവധി സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഫാക്ട് ചെക്കേഴ്സും സ്റ്റാൻഡപ്പ് കൊമേഡിയൻസും ഒക്കെ ചേർന്ന സമാന്തര മാധ്യമ ലോകം ഇപ്പോൾ ഇന്ത്യയിലെ യഥാർത്ഥ പ്രതിപക്ഷമാവുകയാണ്. അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് ധ്രുവ് റാഠി. ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയയും പ്രതിപക്ഷവും ചെയ്യേണ്ട രാഷ്ട്രീയ ഇടപെടലാണ് ഒരു യൂട്യൂബർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിലാണ് ധ്രുവ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. രാജ്യത്തെ 70% പൗരന്മാരോടുള്ള ആശയവിനിമയം ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹിന്ദി എക്സ്പ്ലെയിനറുകളെ പ്രാദേശിക ഭാഷയിലേക്ക് മാറ്റി ചർച്ച ചെയ്യുന്ന നിരവധി പ്രാദേശിക യൂട്യൂബർമാരുണ്ട്. ധ്രുവിൻ്റെ വീഡിയോകൾ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്നത് ഇതിൻ്റെ കൂടി പിൻബലത്തിലാണ്. വീഡിയോ ഫോർമാറ്റിൽ സമ്മതിക്കുന്നു എന്നത് സാധാരണക്കാരിലേക്ക് കൂടുതൽ പ്രചരിക്കാൻ സഹായിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഏറ്റവും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ വിശദീകരിക്കുക എന്നതിലാണ് ധ്രുവ് വിജയിക്കുന്നത്. ഒരു വലിയ സ്കാമിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ അവതാരകർ പുറത്തെടുക്കാറുള്ള ക്ഷോഭമോ എക്സാജറേഷനോ ഇല്ലാതെ ശാന്തമായി വിശദീകരണത്തിൽ മാത്രം ശ്രദ്ധിച്ചുള്ള അവതരണമാണ് ധ്രുവ് റാഠിയുടേത്. ഓരോ വീഡിയോയും അതിൻ്റെ സോഴ്സ് കാണിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാരെ പോലെ വായിൽ തോന്നിയത് പറഞ്ഞിട്ട് പോകുന്ന രീതിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഖണ്ഡിക്കാൻ വലിയ പ്രയാസവുമാണ്. ഹരിയാനയിലെ റോഹ്തക്കിൽ ഒരു ഹിന്ദു ജാട്ട് കുടുംബത്തിൽ 1994 ധ്രുവ് ജനിക്കുന്നത്. ഡൽഹി സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദം നേടി. ജർമ്മനിയിലെ വിഖ്യാതമായ കാൾസ്റൂഹെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ചേർന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. തുടർന്ന് അതേ സ്ഥാപനത്തിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. അതായത് ഒരേ സമയം സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, എൻവയോൺമെൻ്റൽ സയൻസ് തുടങ്ങിയവയിൽ വിദഗ്ധനാണ് ധ്രുവ്. ഈ ശക്തമായ വിദ്യാഭ്യാസ പശ്ചാത്തലം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളുടെ ശക്തി. താൻ ഒരു ആജീവനാന്ത പഠിതാവാണെന്ന് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. തൻ്റെ അറിവും വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താൻ ധ്രുവ് എപ്പോഴും പുതിയ വഴികൾ തേടുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തമായ വക്താവ് കൂടിയാണ് അദ്ദേഹം. അന്ധകാരത്തിൽ കിടക്കുന്ന ഇന്ത്യൻ ഗ്രാമങ്ങളെ രക്ഷിക്കാൻ വിദ്യാഭ്യാസത്തിനെ കഴിയൂവെന്നും എല്ലാവർക്കും പഠിക്കാനും വളരാനുമുള്ള അവസരം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് കൂടിയാകും തൻ്റെ കുടുംബത്തെക്കുറിച്ച് അത്രയൊന്നും ധ്രുവ് സംസാരിക്കാറില്ല. പക്ഷെ താൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹം മാതാപിതാക്കൾക്കാണ് നന്ദി പറയുന്നത്. രണ്ടായിരത്തി 2012 കാലയളവിൽ അണ്ണാ ഹസാരെയുടെ സമരകാലത്താണ് താൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചു തുടങ്ങിയതെന്ന് ധ്രുവ് പറയുന്നുണ്ട്.
അന്ന് ബോർഡ് പരീക്ഷയുടെ സമയമായതിനാൽ രാംലീല മൈതാനിയിൽ നടന്ന സമരത്തിൽ പങ്കെടുക്കാനായില്ല. ട്രാവൽ വ്ളോഗായിട്ടാണ് ധ്രുവ് തൻ്റെ ചാനൽ ആരംഭിച്ചത്. പിന്നീട് ഫാക്ട് ചെക്കിങ്ങിലേക്കും എക്സ്പ്ലെയിനർ വീഡിയോകളിലേക്കും തിരിഞ്ഞു. 2014 ഒക്ടോബറിലാണ് ധ്രുവ് ആദ്യ പൊളിറ്റിക്കൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. BJP എക്സ്പോസ്ഡ് ലൈസ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്ന ടൈറ്റിലിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ കാര്യങ്ങളും ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതുമായ വിഷ്വൽസ് കലർത്തിയുള്ള ഒരു മ്യൂസിക്കൽ വീഡിയോ ആയിരുന്നു അത്. സിനിമാ മോഹവും ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യവുമായി ഒക്കെ നടന്ന ഒരു ചെറുപ്പക്കാരൻ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെയാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അന്ന് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടുമെന്നോ വീഡിയോ വൈറലാകുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരഞ്ഞെടുപ്പിന് മുൻപ് മോദി നൽകിയ വാഗ്ദാനങ്ങൾ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മറക്കാൻ തുടങ്ങിയതിനെ ആ ചെറുപ്പക്കാരൻ നിശിതമായി വിമർശിച്ചു. ഭരണ സംവിധാനങ്ങളിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു അവൻ. വീഡിയോ വൈറലായി. ധ്രുവ് റാഠി എന്ന ചെറുപ്പക്കാരൻ നവമാധ്യമങ്ങളിൽ താരമായി തരംഗമായി. മോദി സർക്കാരിനെയും BJPയെയും വിമർശിച്ചുകൊണ്ട് പിന്നെയും നിരവധി വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടു. ദിവസങ്ങൾക്കകം ധ്രുവിൻ്റെ യൂട്യൂബിൽ 5 ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സായി. അതായിരുന്നു തുടക്കം. സംഘപരിവാർ BJP ഭാഗത്തു നിന്നും വരുന്ന വ്യാജ വാർത്തകളെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ധ്രുവ് പോസ്റ്റ് ചെയ്യുന്നതിൽ അധികവും. രാജ്യം ചർച്ച ചെയ്ത സുപ്രധാന വാർത്തകൾ പലതും വീഡിയോയ്ക്ക് വിഷയങ്ങളായി. ഉറി ആക്രമണം, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായത്, ധനകാര്യ ബിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ്, അങ്ങനെ പല വിഷയങ്ങളിലും ധ്രുവ് BJPയെ നിശിതമായി വിമർശിച്ചു. മോദിയുടെയും രാഹുലിൻ്റെയും പ്രസംഗങ്ങളിൽ ആരായിരുന്നു മികച്ചത്? കറൻസി നിരോധനം കൊണ്ട് ആർക്കാണ് ലാഭമുണ്ടായത്? അങ്ങനെ പല കാര്യങ്ങളിലും സധൈര്യം അഭിപ്രായ പ്രകടനം നടത്തി. അപ്പോഴേക്കും ഗോഡി മീഡിയ എന്ന നിലയിൽ കേന്ദ്രത്തിന് വഴങ്ങിയ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിലൊന്നും വലിയ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല. വീഡിയോകൾ വൈറലായെങ്കിലും ഈ യുവാവിനെതിരെ പ്രധാനപ്പെട്ട ആരോപണമുണ്ടാകുന്നത് BJP പ്രവർത്തകനെന്ന് അവകാശപ്പെട്ട വികാസ് പാണ്ഡെ എന്നയാൾ 2018 ഡൽഹിയിൽ കേസ് ഫയൽ ചെയ്തതോടെയാണ്. ഐ സപ്പോർട്ട് നരേന്ദ്രമോദി എന്ന പേജിലൂടെ വികാസ് പാണ്ഡെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്നാണ് ധ്രുവ് വീഡിയോയിലൂടെ പറഞ്ഞത്. വികാസ് പാണ്ഡെയുടെ പരാതിക്ക് മറുവീഡിയോയും ധ്രുവ് പുറത്തിറക്കി. പരാതിയിൽ പറയുന്ന ആരോപണങ്ങളെ വസ്തുതകൾ സഹിതം ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു വീഡിയോ. പിന്നീട് MP വിജയ് ഗോയലും പരിഹാസവുമായി എത്തി. 99% വിദ്വേഷ പ്രചാരകരും കൂലിക്കാരോ അല്ലാത്തവരോ ആയ മോദി ഭക്തരാണ് എന്ന വിമർശനത്തിന് ദിവാസ്വപ്നം കാണുന്നത് നല്ലതല്ല കുട്ടി എന്നായിരുന്നു ഗോയലിൻ്റെ പരിഹാസം. അഴിമതിരഹിത ഇന്ത്യ എന്ന ദിവാസ്വപ്നം വിൽക്കുന്നത് ഇനിയെങ്കിലും മതിയാക്കുമെന്ന് മോദിയോട് പോയി പറയൂ എന്നായിരുന്നു ധ്രുവിൻ്റെ മറുപടി. ഇങ്ങനെ ഉരുളയ്ക്കുപ്പേരി കൊടുത്താണ് ധ്രുവിൻ്റെ വളർച്ച. BJP IT സെല്ലിൽ നിന്ന് പുറത്തു വന്ന മഹാവീർ പ്രസാദുമായുള്ള ഇൻ്റർവ്യൂ ആണ് ധ്രുവ് റാഠിക്ക് വലിയൊരു പോപ്പുലാരിറ്റി നേടിക്കൊടുക്കുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ IT സെൽ എങ്ങനെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന എന്ന മഹാവീർ പ്രസാദ് വിശദീകരിക്കുന്ന വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് 10 ലക്ഷത്തിലധികം പേർ കണ്ടു. ഇതിനിടെ BJP MP വിജയ് ഗോയലുമായി ട്വിറ്ററിൽ നടത്തിയ വാഗ്വാദവും ധ്രുവ് റാഠിയെ IT സെല്ലിൻ്റെ പ്രധാന ടാർഗറ്റുകളിൽ ഒരാളാക്കി. പലതവണ ധ്രുവിൻ്റെ ഫേസ്ബുക്ക് പേജ് പൂട്ടിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. ദ കേരള സ്റ്റോറി എന്ന സിനിമയിലെ വസ്തുതാവിരുദ്ധതയും വിദ്വേഷ പ്രചാരണവും പൊളിച്ചുകാട്ടി ധ്രുവ് റാഠി പ്രസിദ്ധീകരിച്ച വീഡിയോ ഹിന്ദിയിലായിരുന്നിട്ട് കൂടി കേരളത്തിലടക്കം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. കേരളത്തിൽ വ്യാപകമായി ലവ് ജിഹാദ് നടത്തുന്നു എന്ന സംഘപരിവാർ പ്രചാരണത്തിനുള്ള മറുപടിയായിരുന്നു ഇത്. കാസർഗോഡുള്ള നഴ്സിംഗ് കോളേജിലേക്ക് എത്തുന്ന 3 പെൺകുട്ടികളെ ഒരു സംഘം ബ്രെയിൻ വാഷ് ചെയ്യുന്നതും പ്രണയം നടിച്ച് വലയിലാക്കി മതപരിവർത്തനം ചെയ്യുന്നതും അഫ്ഗാനിലേക്കും അവിടുന്ന് സിറിയയിലേക്കും കടത്തുന്നതുമാണ് സിനിമയുടെ കഥ. ചിത്രം റിലീസ് ചെയ്തതിനെ തുടർന്ന് ദേശീയ മാധ്യമങ്ങൾ വളരെ രൂക്ഷമായതും വസ്തുതാവിരുദ്ധവുമായ പ്രചാരണങ്ങളാണ് കേരളത്തിനെതിരെ നടത്തിയത്. ABP ന്യൂസും ടൈംസ് നൗവും തുടരെ സ്പെഷ്യൽ സ്റ്റോറികൾ സംപ്രേഷണം ചെയ്തു. മതം മാറിയ പെൺകുട്ടികളെ ലവ് ജിഹാദിൻ്റെ ഇരകൾ എന്ന രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്ത് അവതരിപ്പിച്ചു. 32,000 പെൺകുട്ടികളെ ISലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്ന സിനിമയിലെ വാദം പലതവണ ഈ ചാനലുകൾ അതേപോലെ ക്വോട്ട് ചെയ്തു. പക്ഷേ ഈ കണക്കുകൾ പൊട്ട തെറ്റാണെന്ന് അദ്ദേഹം കൃത്യമായി തെളിയിച്ചു.
ഈ വീഡിയോ 2 കോടിയിലധികം പേരാണ് കണ്ടത്. അതിൻ്റെ തന്നെ ചെറു ക്ലിപ്പുകളും റീലുകളും അതിലധികം പേർ കണ്ടിട്ടുണ്ടാകണം. 22 മിനിറ്റുള്ള വീഡിയോയിൽ കേരള സ്റ്റോറിയിലെ ഓരോ ആരോപണങ്ങളും ഓരോ നുണകളും പ്രത്യേകം എടുത്താണ് പൊളിക്കുന്നത്. കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ചും സമാധാനാന്തരീക്ഷത്തെക്കുറിച്ചും ധ്രുവ് വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. വിഷയത്തിൽ ഫോളോ അപ്പായി ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾക്കും 1 കോടിക്ക് മുകളിൽ കാഴ്ചക്കാരുണ്ട്. ധ്രുവ് ഇറക്കിയ വീഡിയോയ്ക്ക് കേരളത്തിലും വലിയ പിന്തുണ ലഭിച്ചു. കേരളത്തിൻ്റെ പൊതുചിത്രത്തെ ലോകത്തിന് മുന്നിൽ വികലമാക്കാനുള്ള ശ്രമത്തെ പ്രതിരോധിക്കാൻ കൂടെ നിന്നതിന് നന്ദി പറഞ്ഞ നിരവധി മലയാളികൾ ധ്രുവിൻ്റെ വീഡിയോ ഷെയർ ചെയ്തു. BJPയെ തുറന്നു കാണിക്കുന്ന വീഡിയോകളാണ് കൂടുതലെങ്കിലും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകളെയും വിമർശിക്കുന്ന ഉള്ളടക്കങ്ങളും ധ്രുവ് റാഠിയുടെ യൂട്യൂബ് ചാനലിൽ കാണാൻ കഴിയും. ഫെബ്രുവരി 22 ധ്രുവ് റാഠി ഈസ് ഇന്ത്യ ബിക്കമിംഗ് എ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന ടൈറ്റിലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിനകം 2 കോടിക്ക് മേൽ ആളുകളാണ് ഇത് കണ്ടത്. പിറ്റേന്ന് മുതൽ തുടർച്ചയായ 5 ദിവസമാണ് ധ്രുവ് റാഠി എന്ന ഹാഷ്ടാഗ് ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയി കത്തിനിന്നത്. ഇന്ത്യയിലെ വിവിധ ഭരണമേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അസാധാരണ സംഭവങ്ങൾ ക്രോഡീകരിച്ചാണ് ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന ധ്രുവ് റാഠി സമർത്ഥിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിലെ അട്ടിമറി സാധ്യത, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP നേതാവിൻ്റെ കാറിൽ നിന്ന് EVM കണ്ടെടുത്ത സംഭവം, 19 ലക്ഷം വോട്ടിംഗ് മെഷീൻ കാണാതായ സംഭവം തുടങ്ങിയ കാര്യങ്ങൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി അല്ല പ്രവർത്തിക്കുന്നതെന്നും മോദിയുടെ സഖ്യകക്ഷിയായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും ഉദാഹരണ സഹിതം ധ്രുവ് ആരോപിക്കുന്നുണ്ട്. വ്ളാദിമിർ പുടിൻ്റെ റഷ്യയ്ക്കും കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയയ്ക്കും സമാനമായ അന്തരീക്ഷത്തിലാണ് ഇന്ത്യ പോകുന്നതെന്നും ധ്രുവ് പറയുന്നുണ്ട്. അതിനുശേഷം ദേശീയതലത്തിലുണ്ടാകുന്ന ഓരോ സംഭവത്തെയും വീഡിയോയുടെ ആശയവുമായി ആളുകൾക്ക് കണക്ട് ചെയ്യാനാകുന്നുണ്ട്. ഉദാഹരണത്തിന് വീഡിയോയ്ക്ക് താഴെ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം വീഡിയോ കാണുന്നവർ ആരൊക്കെയുണ്ട് എന്ന കമൻറ്റിന് കിട്ടിയ ലൈക്കുകൾ 10,000-ന് മുകളിലാണ്. സംഘപരിവാർ കേന്ദ്രങ്ങളെ ഈ യുവ യൂട്യൂബർ എത്രത്തോളം ഉലച്ചിട്ടുണ്ട് എന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ധ്രുവിന് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ധ്രുവിനെതിരെ നിരവധി റൈറ്റ് വിംഗ് വീഡിയോകൾ തുടർ ദിവസങ്ങളിൽ വന്നു. ട്വിറ്ററിൽ ധ്രുവിനെതിരെ BJP ഹാഷ്ടാഗ് ആരംഭിച്ച് ക്യാമ്പയിൻ തുടങ്ങി. പക്ഷേ ട്വിറ്ററിൽ ഈ ഹാഷ്ടാഗ് ക്യാമ്പയിൻ BJPക്ക് തന്നെ ബൂമറാങ്ങായി മാറി. ട്രെൻഡിംഗ് ടോപ്പിക്കായി മാറിയതിലൂടെ വിഷയം കൂടുതൽ ചർച്ചയായി. ഈ ഏപ്രിൽ മാസം ആദ്യം ഇറങ്ങിയ ദ ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ 2ാം ഭാഗത്തിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെക്കുറിച്ചും കോൺഗ്രസ് അക്കൗണ്ട് മരവിപ്പിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട് ധ്രുവ് റാഠി. തിരഞ്ഞെടുപ്പിന് ചൂടേറുന്ന ഇനിയുള്ള ദിവസങ്ങളിലും നരേന്ദ്രമോദിയെയും BJPയെയും വെല്ലുവിളിക്കുന്ന വീഡിയോ കണ്ടന്റുമായി ധ്രുവ് പ്രതിപക്ഷത്ത് ഉണ്ടാകുമെന്ന ഉറപ്പാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന യൂട്യൂബർമാരിൽ ഒരാളാണ് ധ്രുവ് റാഠി. യൂട്യൂബിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിമാസ വരുമാനം 10,000-നും 20,000-നും ഇടയിൽ $. വാർഷിക വരുമാനം 1,20,000-നും 2,40,000-നും ഡോളറിൽ ഇടയിലാണെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അതായത് 2 കോടി രൂപ വരെ യൂട്യൂബിൽ നിന്ന് മാത്രം. ഈ ചെറുപ്പക്കാരന് വാർഷിക വരുമാനമുണ്ട്. യൂട്യൂബ് വരുമാനത്തിന് പുറമെ സ്പോൺസർഷിപ്പുകൾ, ബ്രാൻഡ് ഡീലുകൾ, സ്റ്റാർട്ടപ്പ് എന്നിവയിൽ നിന്നൊക്കെ ധ്രുവ് വലിയ തോതിലാണ് പണം സമ്പാദിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 5 കോടി രൂപ വരെ വാർഷിക വരുമാനമുണ്ട് ധ്രുവിന്. 2023 ഒക്ടോബർ 27 വരെ ധ്രുവ് റാഠിയുടെ ആസ്തി ഏകദേശം $3.4 മില്യൺ ആയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് സംഘപരിവാർ മാധ്യമങ്ങൾ ധ്രുവിനെ താറടിക്കുന്നത്. ലക്ഷങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടി അദ്ദേഹം പ്രധാനമന്ത്രിയെയും രാജ്യത്തെയും ഒറ്റിക്കൊടുക്കുന്നുവെന്നാണ് ആക്ഷേപം. പക്ഷെ താൻ അഴിമതിയിലൂടെയോ EDയെ കാണിച്ച് വ്യവസായികളെ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല പണം സമ്പാദിക്കുന്നതെന്നും തൻ്റെ അക്കൗണ്ടുകളെല്ലാം സുതാര്യമാണെന്നും ധ്രുവ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇന്ത്യ വിട്ട് പുറത്തുപോയി പഠിക്കാൻ കഴിഞ്ഞതാണ് ധ്രുവിൻ്റെ കരിയറിൽ നിർണായകമായത്. ഇതോടെയാണ് അദ്ദേഹത്തിന് ഒരു അന്താരാഷ്ട്ര ലോകവീക്ഷണം ഉണ്ടാകുന്നത്. പഠനകാലത്താണ് അദ്ദേഹം തൻ്റെ ജീവിത സഖിയെയും കണ്ടുമുട്ടുന്നത്. കാൾസ്റുഹെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കുന്ന സമയത്താണ് ധ്രുവും ജർമ്മൻകാരിയായ ജൂലി എൽബറും കണ്ടുമുട്ടുന്നത്.
അവർ 2018 ഡേറ്റിംഗ് ആരംഭിച്ചു. 2020 വിവാഹ നിശ്ചയം നടത്തി. 2021 നവംബറിൽ ഓസ്ട്രിയയിലെ വിയനയിലുള്ള ബെൽവെഡേരെ കൊട്ടാരത്തിൽ വെച്ച വിവാഹിതരായി. ജൂലിയാണ് തൻ്റെ ഏറ്റവും വലിയ പിന്തുണയെന്നും ജീവിതസഖിയായി അവരെ കിട്ടിയത് വലിയ ഭാഗ്യമാണെന്നും ധ്രുവ് പറയാറുണ്ട്. ദീർഘകാലമായി ജർമ്മനിയിൽ താമസമാക്കിയ ധ്രുവ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമെന്നുള്ള ചർച്ചകളും സജീവമാണ്. ധ്രുവ് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നും പ്രതിപക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കണമെന്നുമാണ് പലരും എഴുതുന്നത്. പക്ഷേ അദ്ദേഹം ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല.